ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ജിസസ്. പിന്നെ നമ്മുടെ ക്യാറ്റ് ഗ്രൂമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ക്യാറ്റ് ഗ്രൂമിങ്ങിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പൂച്ചയുടെ കാത് ക്ലീൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കാത് ക്ലീൻ ചെയ്യാൻ, ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് കാണിക്കാം. പിന്നെ അതിനുശേഷം എന്താണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം. കാരണം ഞാനിത് സ്റ്റിൽ ക്യാമറ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് വെച്ച് സൂം ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ആ വീഡിയോ കാണുമ്പം മനസ്സിലായെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം കാണിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ചെവിയിലൊഴിക്കുന്ന ക്ലെൻസർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ. ഓക്കെ, ഇതിൻ്റെ വേറെ ബ്രാൻഡും ഒക്കെ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വേണം. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോട്ടൺ പാഡ്. നമ്മൾ ഇയർ സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്ത് അതേ കോട്ടൺ പാഡ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇയർബഡ്സ്. നമ്മുടെ ചെവി ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതേ ഇയർബഡ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് വേണം. അപ്പോൾ ഇത് മൂന്നുമാണ് ഗൈസ് വേണ്ടത്. പിന്നെ ഇനി എന്തോ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോട്ടൺ പാഡ് എടുക്കണം. 2 കോട്ടൺ പാഡ് എടുക്കണം ഓരോ ചെവിക്ക് വേണ്ടി. ഇപ്പോൾ 2 കോട്ടൺ പാഡ് എടുത്തിട്ട് ഈ ക്ലെൻസർ ഉണ്ടല്ലോ, ഈ ക്ലെൻസറിൽ മുക്കി കുതിർത്തെടുക്കുക. എന്ന് വെച്ചാൽ ആ ക്ലെൻസർ അതിൻ്റെ പുറത്ത് ഒഴിക്കുകയോ കോട്ടൺ പാഡിൽ ഒഴിക്കുകയോ എങ്ങനെയെങ്കിലും അത് വെറ്റാക്കണം. എന്ന് വെച്ചാൽ ജസ്റ്റ് മറ്റേ നമ്മൾ കണ്ണൊക്കെ ക്ലീൻ ചെയ്യും പോലെ നനച്ചിട്ട് പിഴിഞ്ഞ് അങ്ങനെയല്ല. നല്ല വെറ്റായിരിക്കണം, ഫുൾ നല്ല വെറ്റായിട്ടിരിക്കണം, നല്ല കുതിർത്ത് നല്ല ഡ്രെൻച്ച്ഡ് ആയിട്ടിരിക്കണം. ഓക്കെ, അങ്ങനെ ആ 2 കോട്ടൺ പാഡും ഈ പറയുന്ന മരുന്നിൽ നന്നായിട്ട് കുതിർത്ത് വെക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഇയർബഡ്സും 2 സൈഡും ഇതുപോലെ ആ മരുന്നിൽ മുക്കി വയ്ക്കുക. മരുന്നിൽ മുക്കി വയ്ക്കുകയല്ല, ആ മരുന്ന് ഇയർബഡ്സിലാക്കുക. നനഞ്ഞിരിക്കണം. അത് വെള്ളത്തിലല്ല. അതിന് പകരം വെള്ളം യൂസ് ചെയ്യുന്നതിന് പകരം 2 ഇയർബഡ്സും ഈ മരുന്നിലാണ് നമ്മൾ മുക്കി വയ്ക്കേണ്ടത്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതെല്ലാം നമ്മൾ ആദ്യം റെഡിയാക്കി സൈഡിൽ വെക്കണം. എന്നിട്ടേ നമ്മൾ പൂച്ചയെ പിടിച്ച് ഇയർ ക്ലീൻ ചെയ്യാവുള്ളൂ. പൂച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷനുള്ള കാര്യമാണ് ഈ ചെവിയിൽ തൊടുക എന്നുള്ളത്. ചെവിയുടെ 7 അയലകത്ത് എന്ത് ചെയ്താലും പൂച്ചയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കും. ഓക്കെ, അപ്പോൾ ആ ചെവിയിൽ നമ്മൾ തൊടുമ്പം അതിൻ്റെ സ്നേഹം അത് പ്രകടിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല പാച്ച് വർക്ക് കിട്ടും. അതുകൊണ്ട് ഈ സാധനം നമ്മൾ സൂക്ഷിച്ച് വളരെ കോൺസെൻട്രേഷനോടെ ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പഞ്ഞിക്കിടും, അതുറപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പൂച്ചയെ പിടിക്കുക. ആദ്യം നഖം വെട്ടണം. അതുകൊണ്ടാണ് ഞാൻ നെയിൽ കട്ടിങ് ഇതിന് മുമ്പ് ഇട്ടത്. അപ്പോൾ ആദ്യം നഖം വെട്ടാണ്ട് ഇത് ചെയ്യരുത്, ഉറപ്പാണ് പരണ്ടി ഇല്ലാണ്ടായി കളയും. അതുകൊണ്ട് നഖം വെട്ടുക. നഖം വെട്ടിയതിന് ശേഷം ഒരു ദിവസം ചെയ്യൽ ഇതിന് വേണ്ടി മാത്രം ഒരു ദിവസം മാറ്റി വയ്ക്കണം. കാരണം പൂച്ചയ്ക്ക് ഇത് ചെയ്ത് കഴിയുമ്പം ഭയങ്കര ഇറിറ്റേഷനും വല്ലാതെ ആവും. ആ ദിവസം പിന്നെ അതിനെ വേറെ ഒന്നും ചെയ്യരുത്. കുളിപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ നഖം വെട്ടാനോ അതിനൊന്നും പിന്നെ പിടിച്ച് നിർത്തരുത്. അന്നത്തെ ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യൽ, പൂച്ചയെ വിട്ടോളണം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തല്ലോ. നമ്മൾ ഈ കോട്ടൺ പാഡ് 2 എടുത്ത് മുക്കി കുതിർത്ത് വയ്ക്കുക. പിന്നെ ഈ ഇയർബഡ്സ് 2 സൈഡും ഒരു 6-7 ഇയർബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ വെറ്റാക്കി വെക്കുക. അതും ആ മരുന്നിൽ വെറ്റാക്കി വെക്കുക. എന്നിട്ട് പൂച്ചയെ പിടിക്കുക. പൂച്ചയെ പിടിച്ചിട്ട് ഈ കുതിർത്ത് വെച്ച് കോട്ടൺ പാഡിൽ ഒരു കോട്ടൺ പാഡ് എടുക്കുക. നല്ല വെറ്റായി നല്ല മുങ്ങിയിരിക്കും. ആ കോട്ടൺ പാഡ് എടുത്തിട്ട് പൂച്ചയെ സൂക്ഷിച്ച് പിടിച്ചിട്ട് ആദ്യം അതിൻ്റെ ചെവിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്കിങ്ങനെ മടക്കാൻ പറ്റും, മടക്കി ഇങ്ങനെ വെക്കാൻ പറ്റും. ഓക്കെ, സൂക്ഷിച്ച് വേണം. അതിനെ മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മടങ്ങിയിരുന്നോളും. പൂച്ചയുടെ ചെവി മനസ്സിലായല്ലോ. പൂച്ചയുടെ ചെവി നമ്മളിങ്ങനെ ഈ ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം അതങ്ങനെ മടക്കി വെക്കാം. എന്നിട്ട് അത് എല്ലാം പതുക്കെ ചെയ്യുക. വെപ്രാളം പിടിക്കലിൽ പൂച്ചയ്ക്ക് വെപ്രാളമാവും. അപ്പോൾ ഇത് ആദ്യം വെക്കുക. എന്നിട്ട് അതിലൊരു കോട്ടൺ എടുത്തിട്ട് പതുക്കെ ചെവിക്കകത്ത് ഇങ്ങനെ തിരികെ അങ്ങ് വെക്കുക. സെറ്റ്. പതുക്കെ ചെവിക്കകത്ത് കൂത്തി അങ്ങ് അണ്ണാക്ക് വരെ കയറ്റരുത്. പതുക്കെ ചെവിക്കകത്ത് ജസ്റ്റ് ഒന്ന് തിരികെ അങ്ങ് വയ്ക്കുക. എന്നിട്ട് പൂച്ചയെ പിടിച്ച് വെച്ചോണം. നൈസായിട്ട് പിടിച്ച് വെച്ചോണം. ഇല്ലെങ്കിൽ അത് പരണ്ടി ഓടി തള്ളിക്കളയും. അപ്പം വെച്ചിട്ട് പിന്നെ ഇതിനകത്ത് കയറിയിരുന്ന് ഈ കോട്ടൺ കയറിയല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കോട്ടൺ ഫുൾ കുതിർന്നിരിക്കുകയാണ്, ഈ മരുന്നിൽ കുതിർന്നിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഐഡിയ എന്ന് വെച്ചാൽ ഈ മരുന്ന് ഉള്ളിലോട്ട് പോകണം, ഈ ചെവിക്കകത്ത് പോകണം. അപ്പോൾ അല്ലാതെ നമ്മൾ ചെവിക്കകത്ത് ഡയറക്റ്റ് മരുന്ന് ഒഴിക്കാതിരുന്നാൽ ഭയങ്കര പാടാണ്. അപ്പം ഇതിങ്ങനെ വയ്ക്കുക, അകത്ത് വയ്ക്കുക. എന്നിട്ട് പൂച്ചയെ പിടിച്ച് വെച്ചിട്ട് ഈ സാധനം ഇവിടെ പിടിച്ചങ്ങ് ഞെക്കി കൊടുക്കുക. അതായത് നമ്മൾ ലിറ്ററലി അതിനകത്ത് വെച്ച് പിഴിയാണ്.
ഓക്കെ. അപ്പോൾ ഇതിനകത്തിരിക്കുകയാണല്ലോ, ഇത് എൻ്റെ സ്വന്തം ടെക്നിക്കാണ് ഗൈസ്, ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ടെക്നിക്ക്. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് വെറുതെ ആലോചിച്ചങ്ങ് ചെയ്തതാണ്. അപ്പോൾ അത് സക്സസ്ഫുള്ളായി, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് അങ്ങ് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുക്കുമ്പോൾ ഈ മരുന്നെല്ലാം കൂടെ അകത്തോട്ടങ്ങ് ഇറങ്ങും. അപ്പോൾ അതൊരു നല്ലൊരു വെപ്രാളം കാണിക്കും. അത് ആദ്യമേ ആലോചിക്കണം, ആ വെപ്രാളം കാണിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ പിഴിയുമ്പം നന്നായിട്ട് പൂച്ചയെ പിടിച്ച് വെച്ചിട്ടേ പിഴിയുള്ളൂ. കൊങ്ങയ്ക്കൊന്നും പിടിക്കില്ല, ദേഹത്ത് പിടിച്ച് വെച്ച് കൈയും കാലൊക്കെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് പിടിക്കുമ്പോൾ പതുക്കെ അതിനെ ഉപദ്രവിക്കില്ല, അതിനെ ഹാം ചെയ്യാത്ത രീതിയിൽ പിടിച്ച് വയ്ക്കുക. എന്നിട്ട് പിഴിയണം. ഓക്കെ. പിഴിഞ്ഞ് ഒരു പരുവത്തിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, പഞ്ഞിയപ്പോൾ ഊരല് പൂച്ചയുടെ ഈ ബാക്കിൽ ചെവിയുടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ സംഭവം, ഈ മരുന്ന് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യണം, ഈ മരുന്ന് ഇറങ്ങുകയാണ്. ഓക്കെ. എല്ലായിടത്തും ഈ അഴുക്കുള്ള എല്ലായിടത്തും ഈ മരുന്ന് സ്പ്രെഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പൂച്ചയുടെ ഈ ഭാഗത്തായിട്ട് ചെവിയിലൂടെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പഞ്ഞി എടുത്ത് കളയുക. ഓക്കെ. പഞ്ഞി എടുത്ത് കളയുമ്പോൾ നമുക്ക് അകത്തുള്ള ആ കട്ടി പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം ലൂസാകുന്ന കാണാം. എന്നിട്ട് നമ്മൾ ഈ ഇയർബഡ്സ്, നമ്മൾ ഈ മരുന്നിൽ നനച്ച് വെച്ചിരിക്കുന്ന ഇയർബഡ്സ് ഉണ്ടല്ലോ, ഓരോന്നായിട്ട് എടുത്തിട്ട് പതുക്കെ നമ്മൾ കാണുന്ന ഇടം നമുക്കിനി കാണാൻ പറ്റും, അഴുക്ക് കാണാൻ പറ്റും, സൂക്ഷിച്ച് പതുക്കെ നമ്മളിങ്ങനെ കോരി കിണ്ടി ഇളകി എടുക്കുക. ഓക്കെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഈ സാധനം എടുത്ത് ഈ ഇയർബഡ്സ് എടുത്ത് കുത്തുമ്പം അങ്ങ് അകത്തോട്ട് കുത്തി ഇറക്കരുത്. ഓക്കെ. അത് കുത്തി ഇറക്കാൻ തോന്നും, പക്ഷെ കുത്തി ഇറക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മളുടെ ചെവിയിൽ നമ്മൾ കുറച്ച് കുത്തി ഇറക്കുമല്ലോ, ഇറക്കി ഇങ്ങനെ കറക്കിയിട്ടൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ പൂച്ചയ്ക്കും കുറച്ച് കയറുമായിരിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾ അടുത്ത ദിവസം തന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അതിന് ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് അതിൻ്റെ സർഫസിൽ ക്ലീൻ ചെയ്യുക. പിന്നെ ഈ അഴുക്ക് ജസ്റ്റ് ഇതിന് ഉള്ളിലോട്ട് കയറിയിരിക്കും. ഉള്ളിലോട്ട് വരുമ്പോൾ അങ്ങ് അകത്തോട്ടല്ല, ജസ്റ്റ് ഉള്ളിലോട്ട്. അത് മാത്രം ഇതിനെ അതും പതുക്കെ സമയമെടുത്ത് പതുക്കെ കോരി എടുക്കുക. ഓക്കെ. പൂച്ച അതിനിടയ്ക്ക് വെപ്രാളം കാണിക്കുക, ഇങ്ങനെ കുടയൊക്കെ ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഈ സാധനം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുടഞ്ഞാൽ അതിന് കൊള്ളും. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ തലയൊക്കെ പിടിച്ച് പതുക്കെ എടുക്കണം. ഓക്കെ. സൂക്ഷിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ പൂച്ചയ്ക്ക് നിങ്ങളുടെ പെറ്റിനെ ഹാം ചെയ്യാതിരിക്കാൻ, അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് പതുക്കെ എടുത്ത് ഈ അഴുക്കെടുക്കുക. ഓക്കെ. അങ്ങനെ ഒരു ചെവി തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 3 or 4 ഒക്കെ ഇയർബഡ്സ് വേണ്ടി വരും അത് ഫുൾ ക്ലീൻ ആക്കാൻ. അപ്പോൾ അത് ഫുൾ പതുക്കെ സമയമെടുത്ത് ഫുൾ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ചെവിയുടെ ഈ ഫ്ലാപ്പ് ഉണ്ടല്ലോ, ഇവിടെയും കാണും അഴുക്ക് കാണും. അത് നമ്മൾ സാധാരണ ഈ മറ്റേ കോട്ടൺ പാഡ് വെച്ച് നനച്ചെല്ലാം വെച്ചേക്കുക. ഒരു കോട്ടൺ പാഡ് നനച്ച് വെച്ചേക്കുക. അതെടുത്തിട്ട് അത് ഫുള്ള് ക്ലീൻ ചെയ്ത് വിടുക. ഓക്കെ. എന്നിട്ട് പൂച്ചയെ ഒന്ന് അതിനിത്തിരി ശ്വാസം കൊടുക്കുക, ശ്വാസം വിടാൻ അനുവദിക്കുക. അതിനുശേഷം ഈ സെയിം സാധനം ഇപ്പുറത്തെ ചെവിയിൽ അപ്പം തന്നെ ചെയ്യുക. സിമ്പിൾ. പൂച്ചയെ പിടിച്ചെന്ന് തിരിച്ച് പിടിക്കുക. അതേ സാധനം, ഞാനിപ്പോൾ പറഞ്ഞ അതേ സാധനം തന്നെ അപ്പുറത്തെ ചെവിയിലും ചെയ്യുക. ഓക്കെ. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പൂച്ച തന്നെ പാട്ടിന് വെറുതെ വിടുക. പിന്നെ അതിനെ കോഴിയെ പിടിക്കുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കല് ഗൈസ്. സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിനെ ഓടിച്ചിട്ട് പിടിക്കില്ല. അന്നത്തെ ദിവസം അതിനെ വെറുതെ വിടണം. കാരണം പൂച്ചയ്ക്ക് കുറച്ച് കുറച്ച് സ്പേസ് വേണ്ടി വരും ഇതിന് ശേഷം. ഓക്കെ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇനി നേരെ പോകാൻ വേണ്ടി ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകണം. നമ്മൾ ഈ പറഞ്ഞ സംഭവം ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. എന്താവുമെന്ന് കണ്ടറിയാം. മിക്കപ്പോഴും എനിക്ക് നല്ല കിട്ടാറുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് പൂച്ചയെ ഹാം ചെയ്യാതെ ചെയ്യാൻ നോക്കാം. നിങ്ങൾ കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ലിസണിങ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ടാറ്റാ ബൈ ബൈ. അയ്യോ, കുറേ ഓടിച്ച് ഗൈസ്. ഇവളുണ്ടല്ലോ, അവളെ കള്ളിയാണ്. ഇവർക്ക് മനസ്സിലായി ചെവി ക്ലീൻ ചെയ്യാൻ പോകണമെന്ന്. എന്നെ വീട് മൊത്തം ഇട്ട് ഓടിച്ച് ഗൈസ്, നല്ല രീതിക്ക്. നിങ്ങളുണ്ടല്ലോ ഒടിഞ്ഞ് ഒരു സംഭവം മനസ്സിലായി. ഇന്ന് സ്മൂത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ ഒന്നുമില്ല നല്ല സീനായിരിക്കും ഗൈസ്. ഇന്ന് നോക്കിയാൽ എൻ്റെ വിധിയായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ. തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കണം. ചെവി ഇങ്ങനെ മടക്കി വെക്കണം. എന്നിട്ട് ഈ സാമാനം ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ മരുന്നിൽ കുളിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ അവസ്ഥ. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ കുളിച്ച് നല്ലിരിക്കും. അതൊക്കെ നമ്മളങ്ങ് സഹിക്കണം. എന്നിട്ട്
ഇല്ല 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 ഒന്നുമില്ല ആ നിസ്സാര പണി. എന്താ ഒന്നുമില്ല പറഞ്ഞല്ലോ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ അത്ര പിഴിയുവാണ് കഴിച്ച് ഞാൻ എന്താ പിഴിയുവാണ് അവൾ കുടയുവാണ്, ഞാൻ പിഴിയുവാണ്. അപ്പം എൻ്റെ ചെവിക്കകത്തൊരു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിച്ച്. പക്ഷേ വിടരുത്. എന്നിട്ട് ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്ത് കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ കുഴപ്പമില്ല, നമുക്കത് കിട്ടും. ഇങ്ങനെ മസാജ് ചെയ്യാം. ഓക്കെ, ഫുള്ള് പിഴിയുക, മാക്സിമം അങ്ങോട്ട് പിഴിഞ്ഞ് ചെവിക്കകത്തോട്ട് ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ വെളിയെടുക്കുക. ഒന്നുമില്ല. ഇതുപോലെ ഞാൻ മസാജ് ചെയ്ത് വിടുക. ഇയർ ക്ലീൻ ചെയ്ത് അടുത്ത ദിവസം കുളിപ്പിക്കണം അതിൻ്റെ കേട്ടോ വയസ്സ്, അല്ലെങ്കിൽ ഇത് ഫുള്ള് ഓക്കെ. നമ്മൾ കണ്ട ഓൾറെഡി അഴുക്കൊക്കെ തെറിച്ച് വെളി വന്നു. ക്ലീൻ ചെയ്യാം, കാണിച്ചു തരാം. നമ്മളിങ്ങനെ ചെവിക്കകത്തുള്ള അഴുക്ക് ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കും. നല്ല രീതിയിൽ അഴുക്കായിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചായിട്ട് പതുക്കെ എടുക്കാം. മനസ്സിലായോ? ഇതുണ്ട് ഗൈസ്, അതാണ് അഴുക്ക്. അപ്പുറത്തെ സൈഡ് വെച്ചു. ഒരുപാട് അകത്തോട്ട് പോകരുത്, വെളിയിൽ തന്നെ അഴുക്ക് കാണും. പിന്നെ ബേസിക്കലി ഈ മരുന്നുള്ളിൽ പോയാൽ തന്നെ വയസ്സ് നമ്മൾ പകുതി ക്ലീനിങ് അത് സെൽഫായിട്ട് നടന്നോളൂ. അകത്ത് കട്ടി പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം പതുക്കെ അതിങ്ങനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇറങ്ങി അങ്ങ് പൊക്കോളും. നമ്മൾ ഈ വെളിയിൽ കാണുന്ന അഴുക്ക് തുടച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഉണ്ടാ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കാമായിക്കോളും. പിന്നെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാവും, അപ്പോൾ കാമായിക്കോളും. അല്ല പള്ളിക്കുട്ടി, ഞാൻ കുറേ ഓടിച്ചു കേട്ടോ കേസ്, കുറേ നല്ല രീതിക്ക്. നിങ്ങൾ കണ്ടില്ലല്ലോ, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വീഡിയോ എടുത്തത്. എന്നെ ഓടിച്ച് അതിന് ഫുഡും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഓഫർ ചെയ്ത്, എന്നിട്ടും നമുക്ക് മനസ്സിലായി സംഭവം പിടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കേസ്, ഭയങ്കര പാടാണ്. ഇപ്പം തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയാണെങ്കിൽ ഓടും, വേറെ കേസ്. കണ്ടോ കേസ്, അതിൻ്റെ ചെവി ഇങ്ങനെയാണ് മടക്കി വെക്കേണ്ടത് അല്ലേ. എന്നിട്ട് പതുക്കെ നമ്മൾ കുടഞ്ഞുണ്ട്, അദ്ദേഹത്തെ ഇങ്ങനെ തല കുടഞ്ഞുണ്ട്, അതുപോലെ കുടയും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇയർബഡ്സ് വെച്ച് കുത്തുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഏകദേശം അഴുക്കെല്ലാം പോയി കഴിച്ച്, ഏകദേശം സെറ്റായി. ഇനി നമ്മൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. നല്ല രീതിക്ക് അഴുക്കായിട്ടുണ്ട്, നല്ല രീതിക്ക് മരുന്ന് ഫുള്ള് ദേഹത്തോട്ട് വീണിട്ടുണ്ട്. അവൾ കുടഞ്ഞത് സാധാരണ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തെയാണ്, പക്ഷേ തവണ അവൾക്ക് നേരത്തെ കാര്യം കിട്ടി. മറ്റവർക്ക് മനസ്സിലാവാറില്ല സാധാരണ പൊതുവെ, പക്ഷെ ഇത്തവണ അവൾക്ക് പിടി കിട്ടി. നമുക്ക് മനസ്സിലായി സംഭവം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി ഒരു ചെവി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാത്. മക്കളെ എന്നെ കൊല്ലരുത് നീ പ്ലീസ്. രണ്ടാമത്തെ കാത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ തിരിക്കണം. ഓക്കെ, ഇല്ല ഒന്നുമില്ല അത്ര ഒരു പ്രശ്നവുമില്ല.
ഓ ഇത് പിന്നെ ആക്കാതെ തന്നെ വന്നു. ഇപ്പുറം ഇങ്ങോട്ട് ആ കിടന്നോ കിടന്നോ കിടന്നോ. ഓക്കെ, ഇപ്പം അടുത്ത കാത് അതേപോലെ നമ്മൾ അടുത്ത ടിഷ്യൂ എടുക്കുന്നു. ഒന്ന് അടങ്ങി ഇരുമിട്ട് കുട്ടി എൻ്റെ അണ്ണാക്കിലോട്ടൊക്കെ തെറിക്കുന്നടി. നീ അങ്ങനെയായിട്ട് കുറയുമ്പം എൻ്റെ അണ്ണാക്കിലോട്ട് തെറിക്കുന്നു. ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കാര്യം പിടി കിട്ടി, പക്ഷെ നമ്മൾ വിടരുത്തി. ഇവിടെ ഒരു മൽപ്പിടുത്തമായിരുന്നു. നമുക്ക് സംഭവം നേരത്തെ കാര്യം പിടികിട്ടി ആദ്യമായിട്ടേ. അതുകൊണ്ട് ഞാൻ അവൾക്ക് ട്രീറ്റ് ഓഫർ ചെയ്തിട്ട് പോലും അവൾ വന്നില്ല. ചെവി ക്ലീൻ ചെയ്യണം. ഹലോ ഗൈസ്, അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മ ഞാൻ തളർന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവൾ ഭയങ്കര വെപ്രാളമായിരുന്നു. പക്ഷേ സാധാരണ ഇത്രയും വെപ്രാളമില്ല. ഇത് സാധാരണ എന്താ സംഭവിച്ചാൽ ഞാൻ നൈസായിട്ട് മുറിക്കകത്ത് പോയി എന്തൊക്കെ പ്രിപ്പറേഷൻസ് എല്ലാം ആദ്യം ചെയ്തതിന് ശേഷമേ അവളെ പോയി പിടിക്കാറുള്ളൂ. ഇതിപ്പം ഞാൻ ആ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അവൾ കണ്ടു ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, കാര്യം പിടി കിട്ടി. അതുകൊണ്ട് ആദ്യമേ ചീറ്റിപ്പോയി. അതുകൊണ്ട് അവൾക്ക് ഓട്ടമായിരുന്നു. ആദ്യം ഓട്ടിച്ച് വീട്ടിൻ്റെ താഴെ കൂടെ മുകളിൽ അവൾ ഓട്ടിച്ചെന്നെ കൊന്നു. ഞാൻ അതെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രമാത്രം എന്നെ ഓട്ടിച്ച്. അതിനുശേഷമാണ് എനിക്ക് അവളെ കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, ചെയ്തു. അവളുടെ ഇവിടെയൊക്കെ ഫുൾ മരുന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് ഇവിടെയൊക്കെ മരുന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എന്നെ നെക്സ്റ്റ് ഡേ എന്നെ കുളിപ്പിക്കണം. കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ മുടിയൊക്കെ കട്ടി പിടിക്കും. കട്ടി പിടിച്ചിട്ട് അത് നോട്ടായി പോകും, മുടി നോട്ട്സ് വീഴും. അപ്പം ഇത് ചെയ്ത് മരുന്നൊക്കെ ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ എന്നെ കുളിപ്പിക്കണം, അല്ലെങ്കിൽ ഇരട്ടി പണിയാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ചെയ്യാൻ പറ്റും. നമ്മൾ പൂച്ചയെ സ്നേഹിക്കുന്ന നമ്മളുടെ സ്വന്തം പെറ്റല്ലേ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സൂക്ഷിച്ച് ഇതുപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മിക്കവാറും അവളെ എൻ്റെ അടുക്കില്ല, അല്ലേ, കുറച്ച് കഴിയുമ്പോൾ മാറും, ശരിയായിരിക്കുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇനി നമ്മൾ വേറൊരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് മിക്കവാറും കുളിപ്പിക്കുന്ന എപ്പിസോഡായിരിക്കും. കുളിപ്പിക്കുന്ന എപ്പിസോഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഗൈസ് കുളിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും, ആ എപ്പിസോഡ് ആ വീഡിയോ എത്രത്തോളം നിങ്ങൾക്കത് പോർട്രേ ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. എന്തായാലും ഇന്നത്തേക്ക് ബൈ, ടാറ്റ, ബൈ.